ഹായ് ഫ്രണ്ട്സ്, 3 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ട്രൈബാൻ RC120 ബൈക്കാണിത്. ഈ ബൈക്കിന്റെ മുഴുവൻ വിശേഷങ്ങളും 2025 സൈക്കിളിന് വന്നതാണ്. വ്യത്യാസം എന്തൊക്കെയാണ്, ഈ സൈക്കിള് 2025 മേടിക്കുന്നത് വർത്തിയാണോ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇതൊരു ഡെക്കാത്തലോന്റെ എൻട്രി ലെവൽ റോഡ് ബൈക്ക് സൈക്കിളാണ്. ഇനി ഈ സൈക്കിളിന്റെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫ്രാൻസ് മെയ്ഡ് സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിളിന് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്. ഡാർക്ക് ഗ്രേ കളറാണ്. അപ്പൊ കളർ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ്. നല്ല ആക്സസറീസ് ഉണ്ടെങ്കിൽ നല്ല പബ്ലിക് അപ്പിയറൻസ് ഈ സൈക്കിളിന് ഉണ്ട്. ഇനി സൈക്കിളിന്റെ ഫ്രെയിം അലുമിനിയം ഫ്രെയിം പ്ലസ് കാർബൺ ഫോർക്ക് വരുന്നത്. അപ്പൊ കാർബൺ ഫോർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും വെയിറ്റ് കുറവാണ്. ഇനി ഒരു സൈക്കിളിന്റെ ജിയോമെട്രി എൻഡ്യൂറൻസ് ജിയോമെട്രി ആണ്. ഹെഡ് ട്യൂബിന്റെ ലെങ്ത് വരുന്നത് 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഒരുപാട് കുനിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഒരു അപ്രൈറ്റ് പോസ്റ്ററാണ്. ഹാൻഡിൽ ബാറിന്റെ ലെങ്ത് വരുന്നത് 40 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മുടെ ഒരു ഷോൾഡർ ലെങ്ത് എന്ന് തന്നെ പറയാം. ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എയറോഡൈനാമിക് ആയിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു റിലാക്സിങ് തന്നെ കിട്ടും. അപ്പൊ പുതുതായിട്ട് സൈക്കിളിലേക്ക് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ റോഡ് ബൈക്കിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു കംഫർട്ട് തരുന്നുണ്ട്. നമുക്ക് ലോങ് ട്രിപ്പിനൊക്കെ നല്ല രസമായിട്ട് നമ്മുടെ പോസ്റ്റർ അടിപൊളിയാണ്. ഈ സൈക്കിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതിന്റെ ഗ്രൂപ്പ് സെറ്റ്. ഗ്രൂപ്പ് സെറ്റ് വരുന്നത് മൈക്രോ ഷിഫ്റ്റിന്റെ R8 ആണ്. ഒരു എൻട്രി ലെവൽ ബൈക്കിന് വരുന്ന സെയിം ഗ്രൂപ്പ് സെറ്റ് വരുന്നത്. പക്ഷെ ഷിഫ്റ്റിങ്ങിനൊന്നും യാതൊരു ലാഗും ഇല്ല. ക്രാങ്ക് വരുന്നത് 5134ഉം കസറ്റ് 1134 വരുന്നത്. അപ്പൊ സ്പീഡിൽ പോകാനായിട്ടും പറ്റും, ക്ലൈംബും നല്ല ഈസി ആയിട്ട് കയറാം. ഈ ഷിഫ്റ്റർ ഇന്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നത്. ചെറിയ ഷിഫ്റ്റർ നമുക്ക് സ്പീഡിൽ പോകാനുള്ള ഗിയറിലേക്കും വലുത് ക്ലൈംബ് കയറാനായിട്ടുള്ള ഇതിനകത്തേക്ക് നമുക്ക് ഇങ്ങനെ പിടിച്ച് ഇത് ചെയ്യാം. അതേപോലെ തന്നെ ഇങ്ങനെ പിടിച്ചും ഷിഫ്റ്റിംഗ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ അതിനൊന്നും യാതൊരുവിധ പ്രശ്നമില്ല. പിന്നെ ഒട്ടും ലാഗില്ല ഷിഫ്റ്റിങ്ങിനൊക്കെ. ആ കാര്യത്തിലൊക്കെ ഒരു എൻട്രി ലെവൽ ബൈക്ക് ആണെങ്കിൽ പോലും നല്ല അടിപൊളി പെർഫോമൻസ് ആണ്, ഒന്നും പറയാനില്ല. ഇനി സൈക്കിളിന്റെ ബ്രേക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് അല്ല, റിം ബ്രേക്ക് ആണ്. പക്ഷെ ബ്രേക്ക് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നല്ല കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് ബ്രേക്കൊക്കെ. ഡിസ്ക് ബ്രേക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ മെയിൻ്റനൻസും കുറവാണ്. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് വളരെ ഈസിയാണ്. സാഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു എൻട്രി ലെവൽ ബൈക്ക് ആയതുകൊണ്ട് തന്നെ സാഡിൽ നമുക്ക് ഒട്ടും കംഫർട്ട് ഇല്ല. അതേപോലെ തന്നെ പ്രഷർ റിലീസിങ് ചാനലും ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കാശ് കൊടുത്തത് മാറ്റാം. സീറ്റ് പോസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് സീറ്റ് പോസ്റ്റ് ആണ്. വെയിറ്റ് കുറവുള്ള സീറ്റ് പോസ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ അത് വെക്കുകയാണെങ്കിൽ സൈക്കിളിന് അത്രയും കൂടി വെയിറ്റ് കുറവാണ്. ഇനി ഇതിന്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 28C ടയറാണ്. നമുക്ക് 80 PSI 116 PSI വരെ അടിക്കാം. ഞാൻ 80 PSIയിൽ പോവാറ്. അത്യാവശ്യം നല്ല ഗ്രിപ്പും ഉണ്ട്. എന്നാൽ നല്ല സ്പീഡിൽ പോകാനായിട്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരു ടയറാണ്. പിന്നെ ഈ ടയറിന്റെ ക്വാളിറ്റി അത് അടിപൊളിയാണ്. ഞാൻ 5000 കിലോമീറ്റർ ചവിട്ടിയിട്ട് എനിക്ക് 2 പ്രാവശ്യമാണ് പഞ്ചർ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഈ സൈക്കിൾ നമ്മൾ എപ്പോഴും നല്ല വഴിക്കാണ് ചവിടുന്നത്. റോഡ് ബൈക്ക് ആയതുകൊണ്ട് നാഷണൽ ഹൈവേയിലെ കൂടെയാണ് കൂടുതലും ചവിട്ടാറുള്ളത്. ഇനി മൊത്തത്തിൽ ഈ സൈക്കിളിന്റെ വെയിറ്റ് വരുന്നത് 11 കിലോ ആണ് സൈക്കിളിന്റെ വെയിറ്റ് വരുന്നത്. ഇനി ഈ സൈക്കിളിന്റെ ഷിഫ്റ്റിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗിയർ ഷിഫ്റ്റിംഗ് കാണിച്ചു തരാം. ശബ്ദവും കേൾക്കാം. ഷിഫ്റ്റിംഗ് എങ്ങനെയുണ്ടെന്ന് കാണുകയും ചെയ്യാം. ഇനി 2025 ട്രൈബാൻ RC120 പ്രധാനപ്പെട്ട വ്യത്യാസം കളറ് വൈറ്റ് കളറ് നമുക്ക് കിട്ടുന്നുള്ളൂ. കളറ് മാറി. പിന്നെ രണ്ടാമത്തെ വ്യത്യാസം ഡിസ്ക് ബ്രേക്ക് ആക്കി, റിം ബ്രേക്ക് മാറി. ഓൾ വെതർ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് പ്രോമാക്സിന്റെ. പിന്നെ മൂന്നാമത്തെ വ്യത്യാസം നമുക്ക് ഇതിന്റെ ഗിയർ ഷിഫ്റ്റിംഗ്, സ്പീഡിലേക്ക് പോകാനായിട്ടുള്ള ഗിയർ ഷിഫ്റ്റർ ഒരു വശത്തേക്ക് മാറി. അപ്പൊ 2 സൈഡിലായിട്ടാണ് ഗിയർ ഷിഫ്റ്റർ വരുന്നത്. പിന്നെ ഈ ഒരു ടയർ ട്യൂബ്ലെസ് ആക്കി മാറ്റാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. പഴയ സൈക്കിളിന് നമുക്ക് ട്യൂബ്ലെസ് ടയർ വെക്കാൻ പറ്റില്ല. പിന്നെ ഗ്രൂപ്പ് സെറ്റ് സെയിം തന്നെയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ സെയിം തന്നെയാണ് വരുന്നത്. ഇനി ഈ വീഡിയോന്റെ കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ട്രൈബാൻ RC120 മുമ്പ് ട്രൈബാൻ RC100 എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്. റോഡ് ബൈക്ക് തന്നെയാണ്. എൻട്രി ലെവൽ റോഡ് ബൈക്കാണ്. പക്ഷെ അതിന് കാർബൺ ഫോർക്ക് ഇല്ല. പിന്നെ ഡ്രോപ്പ് ബാർ വരുന്നില്ല. 25,000 രൂപയ്ക്ക് താഴെ കിട്ടും. പക്ഷെ അതൊരു നല്ല റോഡ് ബൈക്ക് ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രൈബാൻ RC120 ആണ്. വില വരുന്നത് 37,000 രൂപയാണ് വില വരുന്നത്. പുതിയ ട്രൈബാൻ RC120 കളർ വൈറ്റ് കളറാണ്. അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. 37,000 രൂപയ്ക്ക് നമുക്കൊരു റോഡ് ബൈക്ക് കിട്ടും. ഡെക്കാത്തലോന്റെ എൻട്രി ലെവൽ റോഡ് ബൈക്ക് കിട്ടും. തെറ്റില്ലാത്ത ഗിയർ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. ലാഗ് ഒന്നുമില്ല. പിന്നെ ഈ സൈക്കിൾ ഞാൻ 3 വർഷം ഉപയോഗിച്ചുള്ളൂ. അപ്പൊ നമുക്ക് എന്റെ കയ്യിൽ അത്യാവശ്യം നല്ല ആക്സസറീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പബ്ലിക് അപ്പിയറൻസിനും വലിയ പ്രശ്നം വന്നിട്ടില്ല. ഒരു സൈക്കിൾ ചവിട്ടാനുള്ള ഒരു ഫീല് നമുക്ക് സൈക്കിൾ ചവിട്ടുമ്പോൾ ഇല്ല, ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് കാണുമ്പോൾ. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു ബൈക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് തുടങ്ങാം ഈ ഒരു സൈക്കിൾ. ഒരു ഡെക്കാത്ലോൺ വണ്ടി വേണമെങ്കിൽ ഈ ഒരു സൈക്കിളിൽ തന്നെ തുടങ്ങാം. ഡെക്കാത്ലോണിന്റെ വണ്ടി ഉണ്ടെങ്കിൽ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിന് എളുപ്പമുണ്ട്. കാര്യം ഈ സൈക്കിളിന് അധികം സർവീസ് ഒന്നുമില്ല. ഇതിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സൈക്കിൾ വേണമെങ്കിൽ വേറെ ബ്രാൻഡിന്റെ സൈക്കിൾ നോക്കേണ്ടി വരും.